റൂമിൽ തന്നെ ചടഞ്ഞ് കൂടിയിരുന്ന് 3-4 മാസം ചെലവഴിച്ചു. അങ്ങനെ ഒരു ചേഞ്ച് വേണം ശരീരത്തിനും മനസ്സിനും എല്ലാം എന്ന് കരുതിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച റണ്ണിങ്ങിന് പോകാന്ന് കരുതി ഓടി തുടങ്ങി. ഞാൻ ഇതിനു മുമ്പും ഓട്ടം നേരത്തെ ഉണ്ടായിരുന്നു. മാരത്തണിലും ഒരു വർഷം മുമ്പൊക്കെ കൊച്ചിയിൽ വെച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. പക്ഷെ കുറെ നാളുകൂടി ഓടി തുടങ്ങിയോണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മെയിൻ ഉദ്ദേശം ഓടുക എന്നുള്ളതായിരുന്നില്ല. വീണ്ടും എന്താ പറയാ, ശരീരത്തിനൊക്കെ ഒന്നും കൂടി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഈ ഒരു ചടപ്പ് മാറ്റുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി, ഇന്നിപ്പോ ഞായറാഴ്ചയായി. പക്ഷെ എന്നിട്ടും ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാ ദിവസവും ഓടാൻ പറ്റിയില്ല. കാരണം ആദ്യത്തെ ദിവസം ഓക്കെ, ആദ്യത്തെ 3 ദിവസം പോയി. പിന്നത്തെ ദിവസം എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമായിരുന്നു. കാരണം ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഓഫീസിൽ പോകണം. അതുകൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഓഫീസിൽ നേരത്തെ പോകണം. പക്ഷെ അതുകൊണ്ട് ഉണ്ടായ കുറച്ച് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ആൾക്കാരെ പരിചയപ്പെട്ടു പാർക്കിൽ വെച്ച്. ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ കുറച്ചും കൂടി ഒരു കംഫർട്ട് വന്നപോലെ തോന്നി. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു ശീലമായി. 5 മണിക്ക് എഴുന്നേക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അത്രയ്ക്കൊരു പണി അല്ലാതായി മാറി. ഒരു ടെൻഷൻ ഇല്ല. ആകെയുള്ളൊരു ടെൻഷൻ ജോലിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇല്ലാത്തത് ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശനി ഞായറും, ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെയും ഇന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്റെ ഫ്രണ്ടിന് അസുഖമായിട്ട് പനിയായിട്ട് ഹോസ്പിറ്റലായിരുന്നു, അഡ്മിറ്റ് ചെയ്തേക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് 2 ദിവസം അങ്ങനെ പോയി. അതുകൊണ്ട് ഞാൻ വെറുതെ പുഷപ്പ് മാത്രം കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതി ചെയ്തു. അല്ലാതെ വലിയ രീതിയിലൊരു റിസൾട്ട് ഒന്നും ഒരാഴ്ച ട്രാക്ക് ചെയ്തിട്ടും എനിക്ക് തോന്നിയില്ല. അതിന് ആദ്യം ജിമ്മിലും കൂടി ജോയിൻ ചെയ്താലേ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു പൊസിഷനല്ല ഞാനിപ്പോ. എന്നെ സ്റ്റേ ഒന്നും അങ്ങനെ ഒരു സിറ്റുവേഷനിലോ പ്ലേസിലോ അല്ല. കാരണം ഞാൻ ഇപ്പോഴും റൂമെല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പല പല റൂമുകൾ അപ്പോഴും പോയിട്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ പോയി കാണുന്നുണ്ട്. പക്ഷെ ഒന്നും ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു സ്റ്റെബിലിറ്റി ഇല്ല. ഓടിപ്പോയി ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു പൊസിഷനിലാണ് ഇപ്പോ. പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോന്ന് ഞാൻ തന്നെ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഇന്നലെ ഈ ഫ്രണ്ട് ഹോസ്പിറ്റലായിരുന്നുകൊണ്ട് അവിടെ പോയിട്ട് വൈകുന്നേരം അവിടെ ഒരു പാർക്കിൽ പോകാൻ പറ്റി. അപ്പോ ഞാൻ ഈ ബേർഡ് കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എവിടെ ചെന്നാലും ബേർഡ്സിനെ ഒബ്സർവ് ചെയ്തിട്ട് അത് ആ ഒരു ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് എപ്പോഴും അന്നും ഇന്നും എന്നും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം. അല്ലെങ്കിൽ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നൊന്നും എനിക്ക് എന്താണെന്ന് പറയാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ആ വേർഡ് എന്താണെന്ന് എനിക്കറിയാം. ആ വേർഡ് നാച്ചുറലിസ്റ്റ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ലിവിങ് തിങ്സ്, അതായത് പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും എന്താണെങ്കിലും നമ്മുടെ എക്കോസിസ്റ്റം ആയാലും, എനിക്ക് തോന്നുന്നു ബയോളജിയുടെയും എക്കോളജിയുടെ എല്ലാം കൂടി മിക്സ് ആയിരിക്കും അത്. അതായത് ഇപ്പൊ ഒരു ചെടിയോ ഒരു പൂവോ അല്ലെങ്കിൽ മരോ ഒരു പക്ഷീനെ കാണുമ്പോൾ അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനും ഉള്ളൊരു എർജ് ഉള്ളിൽ നിന്ന് അതെനിക്ക് ശരിക്കും ഉണ്ട്. പക്ഷെ ആ ഒരു ഫീൽഡിലല്ല ജോലിയും നമ്മൾ എത്തിപ്പെട്ടതൊന്നും. ആ ഒരു ഡയറക്ഷൻ നമുക്ക് പലർക്കും ചെറുപ്പത്തിലേ ഇല്ല എന്നുള്ളതാണ് സത്യം, അല്ലെ? തന്നെ ചിലവര് ഭാഗ്യമുള്ളവർ അത് ഫിഗർ ഔട്ട് ചെയ്യും. ചിലപ്പോ ചുറ്റുപാടും അതിന് അനുസരിച്ച് ബിൽഡപ്പ് ആയി വരും, അവരങ്ങോട്ട് കയറി പോകും. പക്ഷെ നമ്മൾ പലരും ഈ കാര്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് വേറെന്തൊക്കെയോ ചെയ്ത് അതിനെ ചുറ്റിപ്പറ്റി മാത്രം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആണ് നമുക്ക് പറ്റുള്ളൂ. ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഒരു രീതിയിലാണ് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ബേർഡില് ഒരു 19-20 സ്പീഷീസ് ബേർഡിനെ നമ്മുടെ അടുത്തുള്ള ഒരു ലേക്കിൽ നിന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അത് യൂണിക് ആയിട്ടുള്ള ബേർഡ്സ് ഒന്നും അല്ല, എല്ലാവർക്കും അറിയാവുന്ന ബേർഡ്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ പെയിന്റഡ് സ്റ്റോക്സ് ഒക്കെ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ആ ലേക്കിൽ ഇല്ലെങ്കിലും. അത് മാത്രമാണ് ഈ ഒരാഴ്ച കൊണ്ട് സത്യം പറഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ പറ്റിയത്. 2-3 ദിവസം ഓടാൻ പോയി, പിന്നെ കുറെ പുഷപ്പ് എടുക്കാൻ പറ്റി. പക്ഷെ നാളെ 25-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. വീണ്ടും നമ്മുടെ ലൂപ്പ് ഓഫ് വർക്ക് വിൽ സ്റ്റാർട്ട്. സോ ഞാനിപ്പോഴും അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കണം എന്ന് ഉച്ച തുടങ്ങിയ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.